നമുക്കൊരു പാലപ്പം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് അരി പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് 6 മണിക്കൂർ കുതിർത്തതിന് ശേഷം അതിൽ നിന്ന് പകുതി ഒരു മിക്സിയുടെ ജാറിലാക്കി ഇതുപോലെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ അരച്ചെടുത്തതിൽ നിന്ന് ഒരു 5 ടേബിൾ സ്പൂൺ ഞാനൊരു ചുവട് കട്ടിയുള്ള ഒരു പാനിലാക്കി അതിൽ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസിൽ വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നല്ലതായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ആദ്യം അരച്ച അരി ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം ബാക്കി അരിയും 1 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് നല്ലതായിട്ട് അരച്ചെടുക്കാം. ഞാൻ ഉപ്പ് ഇപ്പോൾ തന്നെ ചേർക്കുകയാണ്. ഇനിയും 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അതും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒഴിച്ച മാവിൻ്റെ കൂടെ അതുകൂടെ ചേർക്കാം. ഇനി നമ്മൾ ആദ്യം കുറുക്കി വെച്ച കുറുക്കും 1/2 കപ്പ് കുത്തരിച്ചോറും കൂടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വെള്ളരിയാണെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് അരച്ചെടുക്കുക. അതും കൂടെ ചേർത്ത് കൈ കൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് അടച്ച് ഒരു 8 മണിക്കൂർ പൊങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ തലോസിയാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ ആയപ്പോൾ ഇത് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ പാലപ്പച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലോട്ട് എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ 2 തവി മാവൊഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതുപോലെ പാലപ്പം ചുട്ടെടുക്കാവുന്നതാണ്. നല്ല ഇതുപോലെ ചുട്ടെടുക്കാൻ പറ്റും. ആദ്യം ഒരു ഇച്ചിരി ബട്ടർ തേച്ച് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ ഒരിക്കലും ഒട്ടിപ്പിടിക്കുകയില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പലരും ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വെച്ചിട്ട് ശരിയാകുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ നോൺ സ്റ്റിക്കിലാണ് വെക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം കുറച്ച് ബട്ടർ തേച്ച് ചട്ടി ശരിയാക്കിയതിന് ശേഷം നിങ്ങൾ ചുട്ടു നോക്കുക. തീർച്ചയായിട്ടും ശരിയാകും. ഇതുപോലെ ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നടുവിൽ ഇതുപോലെ ഒന്ന് പൊങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ മാവ് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിൽ. അപ്പോൾ നമ്മളുടെ പാലപ്പം ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പമാണ്. ഇതുപോലെ അളവിൽ നിങ്ങൾ എടുത്ത് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള പാലപ്പം ഉണ്ടാക്കാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ലോങ് വീഡിയോയിലായിട്ട് ചാനലിൽ ഇടുന്നുണ്ട്. അത് പോയി കാണാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.